വൈക്കത്ത് പെട്ടിക്കടയുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുകയും പൊളിച്ചു നീക്കണമെന്നും ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകിയതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയ കടയുടമയുടെ മൃതദേഹവുമായി വൈക്കം നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം. വൈക്കം ബോട്ട് ചെട്ടിക്ക് സമീപം പെട്ടിക്കട നടത്തുന്ന പുത്തൻതറയിൽ 62 വയസ്സുള്ള പി അശോകനാണ് 19 രാവിലെ ജീവനൊടുക്കിയത്. നഗരസഭയുടെ താൽക്കാലിക ലൈസൻസിൽ പ്രവർത്തിച്ചിരുന്ന പെട്ടിക്കട കഴിഞ്ഞ ദിവസം വീതി കൂട്ടി പണിതതുമായി ബന്ധപ്പെട്ട് പരാതിയിൽ പൊളിച്ചു നീക്കണമെന്ന് കാണിച്ച് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകുകയും കടയിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അശോകൻ കട തുറക്കാതെ മനോവിഷമത്തിലായിരുന്നുവെന്നും ഇതാണ് ജീവനൊടുക്കാൻ കാരണമെന്നും ആരോപണം ഉയർന്നിരുന്നു. ഇതൊരു മരണമാണെന്ന് കരുതാനും കഴിയും. വൈക്കം നഗരസഭ ആസൂത്രിതമായി നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ് അശോകൻ ചേർപ്പ്. എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഈ കച്ചവട സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ കൗൺസിലിന്റെ കാലഘട്ടത്തിൽ താൽക്കാലിക ലൈസൻസ് അടക്കം കൊടുത്തുകൊണ്ടാണ് ഈ കട പ്രവർത്തനം തീർന്നത്. അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി M.M. മണി അദ്ദേഹത്തിന്റെ അദാലത്തിലെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നേരിട്ട് ഉത്തരവിട്ടാണ് വൈദ്യുതി കണക്ഷൻ കൊടുത്തത്. വഴിക്കോ വീതി കൂട്ടണമെങ്കിലോ നഗരത്തിലെ വഴിയോര കച്ചവടക്കാരുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ ഞങ്ങൾ ആരും എതിർക്കില്ല. ഈ നാട്ടിലെ ജനത ആരും എതിർക്കില്ല, ഈ കച്ചവടക്കാരും ആരും എതിർക്കില്ല. പക്ഷെ അവരെ പുനരധിവസിപ്പിക്കണ്ടേ? ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടല്ലേ ഈ വഴിയിൽ വന്നിരുന്ന് രാപകൽ പണിയെടുക്കുന്നത്? അങ്ങനെ പാവപ്പെട്ടവര് പണിയെടുക്കുന്ന ഈ ആളുകളെ ഇങ്ങനെ കൊന്നു തിന്നാം എന്നാണ് വൈക്കം നഗരസഭ വിചാരിക്കുന്നതെങ്കിൽ അത് നടക്കുമോ? ധീവരസഭയുടെ നേതൃത്വത്തിലാണ് മരണത്തിൽ പ്രതിഷേധിച്ചും സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും ആവശ്യമുന്നയിച്ച് മൃതദേഹവുമായി നഗരസഭയ്ക്ക് മുന്നിലെത്തിച്ച് പ്രതിഷേധിച്ചത്. ധീവരസഭ ജില്ലാ പ്രസിഡന്റ് ശിവദാസ് നാരായണൻ, ശാഖാ സെക്രട്ടറി M.K. മോഹനൻ, പ്രസിഡന്റ് ബാഹുലയൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. വൈക്കം താലൂക്ക് ആശുപത്രിയിൽ നിന്നും മൃതദേഹം നഗരസഭയ്ക്ക് മുന്നിൽ കൊണ്ടുവച്ച് നടത്തിയ പ്രതിഷേധ സമരത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. വൈക്കം ഡിവൈഎസ്പി സിബിച്ചൻ ജോസഫിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘവും നഗരസഭയ്ക്ക് മുന്നിൽ നിലയുറപ്പിച്ചിരുന്നു. തുടർന്ന് പ്രതിഷേധക്കാരുമായി സംസാരിച്ച് അന്വേഷണം നടത്തി വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധക്കാർ മൃതദേഹവുമായി മടങ്ങിയത്.